ഹലോ എവരിവൺ, ഇന്ന് ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് ടർക്കിയിലേക്ക് നമുക്ക് എങ്ങനെ പോകാമെന്നുള്ളതാണ്. ഇത് കൂടുതൽ ഒരു സൈറ്റ് സീയിങ് വീഡിയോ അല്ല, ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ടൈപ്പ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ഈ ട്രിപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് തന്നെ വിസ അപ്ലൈ ചെയ്യലാണ്. UAE റെസിഡൻസ് ആണെങ്കിൽ പോലും നമുക്ക് ഓൺ അറൈവൽ വിസ ടർക്കി അലോ ചെയ്യുന്നില്ല. ആദ്യം തന്നെ എങ്ങനെ വിസ അപ്ലൈ ചെയ്യാം എന്ന് ഞാൻ ഇവിടെ വിശദീകരിക്കാം. ഗേറ്റ് വേയുടെ ഈ വെബ്സൈറ്റിൽ പോയതിന് ശേഷം സ്കെഡ്യൂൾ യുവർ അപ്പോയിൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അത് നേരെ റീഡയറക്റ്റ് ചെയ്യുന്നത് VFSൻ്റെ ഈ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും. പിന്നീട് ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ഡേറ്റിൽ VFSൽ അപ്പോയിൻമെൻ്റ് എടുക്കുക. വാഫി മാളിലുള്ള VFS ഓഫീസിലാണ് എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയത്. മോർണിംഗ് ഒരു 9 o'clock നമ്മൾ അവിടെ എത്തുവാണെങ്കിൽ വലിയ ക്രൗഡൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഓൾറെഡി ഒരു ഇമെയിൽ വന്നിട്ടുണ്ടാവും VFSൻ്റെ ഓഫീസിൽ നിന്ന്. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വേണം നമുക്ക് ഈ VFSൻ്റെ ഓഫീസിലേക്ക് പോകാൻ. കൂടാതെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് വേണം. അത് ഏതൊക്കെയാണെന്ന് ഞാൻ വിശദീകരിക്കാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 3 months ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ബാങ്ക് സീൽ. കാരണം ബാങ്ക് സീലില്ലാതെ എൻ്റെ ഒരു ഫ്രണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം വിസ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മാൻഡറ്ററി ആണ് ഈ ബാങ്ക് സീല്. നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പിയായിട്ട് ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക ബാങ്കും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സീൽ വെച്ചിരുന്നുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ UAE റെസിഡൻറ്റ് വിസ. അതെന്ന് വെച്ചാൽ മിനിമം 3 months എന്നെങ്കിലും വാലിഡിറ്റി ഉണ്ടായിരിക്കണം. നമ്മുടെ പാസ്പോർട്ടിന് മിനിമം 6 months എങ്കിലും വാലിഡിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ 2 ഫോട്ടോസ്. അത് നമ്മൾ സ്റ്റുഡിയോയിൽ പോവുകയാണെങ്കിൽ അവിടെ പറയണം ടർക്കി വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനാണെന്ന്. കാരണം ഓരോ ഫോട്ടോസിനും ഡിഫറെൻറ്റ് സൈസസ് ആണ്. അപ്പം ടർക്കി വിസയ്ക്ക് വേണ്ടത് ഒരു പ്രത്യേക ഡയമെൻഷനിലാണ്. പിന്നെ വേണ്ടത് നിങ്ങളെ കമ്പനിയിൽ നിന്ന് NOC ലെറ്ററാണ്. അതിൽ നിങ്ങളുടെ സാലറിയും പിന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഡേറ്റും മെൻഷൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ആ ലെറ്ററിൽ നിങ്ങളുടെ കമ്പനിയുടെ സീലും പിന്നെ നിങ്ങളുടെ മാനേജറിൻ്റെ സൈനും മസ്റ്റാണ്. പിന്നെ വരുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റാണ്. നമുക്ക് ഓൾറെഡി ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രൈസിലാണ് വിസ എയർ ടിക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാർ ഡമ്മി ടിക്കറ്റ് എടുത്തിട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നത് കാണാം. അതിനേക്കാൾ ബെറ്റർ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് കിട്ടുന്ന വിസ എയർ അറൗണ്ട് 270 dirhams ആണ് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ആയത്. കുറച്ചുകൂടി മുമ്പേ എല്ലാം നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അറൗണ്ട് 3 months ബാക്കൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ചെറിയ റേറ്റിന് തന്നെ ടിക്കറ്റ് കിട്ടും. പിന്നെ ഹോട്ടൽ ബുക്കിംഗ്, അത് നമ്മൾ ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത്. booking.com വെബ്സൈറ്റിലൂടെ നമ്മൾ ബുക്ക് ചെയ്തത്. അത് നിങ്ങൾക്ക് 2-3 daysനുള്ളിൽ ഫ്രീ ക്യാൻസലേഷനുള്ള ഒരുപാട് ഹോട്ടൽ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് ബുക്ക് ചെയ്തിട്ട് അതുകൂടി പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ കൂടെ കൊണ്ടുപോകാം. എൻ്റെ സോളോ ട്രിപ്പായിരുന്നു. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് പെർ ഡേ 50 dirhams മാത്രമേ റൂമിന് റെൻ്റായിട്ടുള്ളൂ. അത് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇതായിരുന്നു ആ ബ്രേക്ക്ഫാസ്റ്റ്. കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ് ആയിരുന്നു. ഞാനൊരു ചെറിയ സിംഗിൾ റൂമായിരുന്നു എടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾ ഷെയറിംഗ് ആയിട്ട് ബെഡ് സ്പേസ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ റേറ്റ് കുറയും. ദുബായൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ റൂമിനൊക്കെ വളരെ റേറ്റ് കുറവാണ്. പിന്നെ വരുന്നത് ഇൻഷുറൻസ്. VFS രജിസ്ട്രേഷന് നമ്മൾ ഓൾറെഡി പേ ചെയ്ത 270 dirhamsന് പുറമെ നമ്മൾ എംബസിയിൽ 490 dirhams അഡീഷണൽ പേ ചെയ്യേണ്ടി വരും. ഈ 490 dirhamsൽ തന്നെ നമുക്ക് ഇൻഷുറൻസും കൂടി കവറാണ്. അതിനാൽ പുറമേ നിന്ന് നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ടോട്ടലി 760 dirhams ആണ് നമ്മൾ ഈ വിസയ്ക്ക് വേണ്ടി പേ ചെയ്യേണ്ടത്. പിന്നെ ദുബായിൽ നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഇജാരി അഥവാ റൂം എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയും കൂടി നിങ്ങൾക്ക് അഡീഷണലായിട്ട് എടുക്കുന്നത് ഓപ്ഷണലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നും കൂടുതൽ ചെക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഷെങ്കൻ വിസയോ അല്ലെങ്കിൽ UK US റെസിഡൻ്റ് ആണെങ്കിൽ ഓൺലൈനിലൂടെ തന്നെ അവർക്ക് അപ്ലൈ ചെയ്യാം. അതിന് വെറും $32 അറൗണ്ട് 100 dirhams ചാർജസ് ആവുകയുള്ളൂ. പിന്നെ നിങ്ങൾ ഓൾറെഡി വേറെ കൺട്രീസിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എമിഗ്രേഷൻ സീലും കൂടി പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ VFSൻ്റെ ഓഫീസിൽ എത്തിയ പിന്നെയാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത്. പക്ഷേ അവിടെ ഓൾറെഡി പിന്നെ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ചുകൂടി എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അതിനേക്കാളും ബെറ്റർ നിങ്ങൾ
പുറത്തുനിന്നൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പോകുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ മാതിരി 490 ദിറംസാണ് നമ്മൾ ഇവിടെ പേ ചെയ്യേണ്ടത്. കൂടാതെ നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ടും പിന്നെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം വേറൊരു റൂമിൽ പോയിട്ട് നമ്മുടെ ബയോമെട്രിക് ഒതൻറ്റിക്കേഷനും കൂടി നൽകണം. പിന്നെ 5 to 10 വർക്കിംഗ് ഡേയ്സാണ് അവർ പറയാറ്. അപ്പം അതുകൂടി നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഇൻ കേസ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു 1 മന്തിൻ്റെ ഗ്യാപ്പെങ്കിലും ഈ വിസ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ നൽകണം. കാരണം ഇൻ കേസ് റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി അപ്ലൈ ചെയ്യാനുള്ള ഒരു ടൈം എന്തായാലും കൊടുക്കേണ്ടി വരും. ഇതെല്ലാ ഡോക്യുമെൻറ്റ്സ് ക്ലിയറായി എല്ലാം അപ്രൂവൽ ആയതിന് ശേഷം നിങ്ങൾക്ക് വിസ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ 3 ഡേയ്സിനുള്ളിൽ തന്നെ വിസ കൊറിയറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ വിസ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാസ്പോർട്ടിൽ ഓൾറെഡി അത് സ്റ്റാമ്പ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കയ്യിലെത്തുക. ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്തിട്ടാണ് ടർക്കി വിസ നമുക്ക് കിട്ടുക. സോളോ ട്രിപ്പ് ആയതിനാൽ അതൊരു ബഡ്ജറ്റ് ട്രിപ്പും കൂടിയായിരുന്നു. ഞാൻ ദുബായിൽ നിന്നും അബുദാബി എയർപോർട്ടിലേക്ക് പോയതെന്ന് വെച്ചാൽ ഇബ്നു ബത്തൂത്ത ബസ് സ്റ്റേഷനിൽ നിന്നും ഡയറക്റ്റ് അബുദാബി എയർപോർട്ടിലേക്ക് ബസ് സർവീസ് ഉണ്ട്. അതിന് വരുന്ന ചാർജ് 35 ദിറംസ് ആണ്. ബോർഡിംഗ് പാസ് കിട്ടി. അബുദാബിയിൽ നിന്നും ടർക്കിയുടെ ക്യാപിറ്റലായ അങ്കാരയിലേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. UAEയിലെ ഒട്ടുമിക്ക ക്രെഡിറ്റ് കാർഡും അബുദാബി ലൗഞ്ച് ഫ്രീ ആക്സസ് ആണ് കൊടുക്കുന്നത്. എൻ്റെ ഫ്ലൈറ്റ് വരുന്നത് ഈവനിങ് 4:30 പക്ഷെ അത് ഡിലേ ആയിരുന്നു, 1 hour ഡിലേ ആയിരുന്നു. ഇനി നേരെ ടർക്കിയിലെ അങ്കാരയിലേക്ക്. ഫോർ hours and 30 minutes ആണ് ട്രാവലിംഗ് ടൈം വരുന്നത്. ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്താൽ അറേബ്യൻ ഗൾഫ് കടലിൻ്റെയും പിന്നെ ഇറാൻ്റെയും ഇറാഖിൻ്റെയും സിറിയയുടെയും മുകളിലൂടെ പറന്ന് ആണ് നമ്മൾ ടർക്കിയിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. ബഡ്ജറ്റ് ഫ്ലൈറ്റ് ആയതിനാൽ ഇതിൽ ഫുഡും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഓർഡർ ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ 4-4.5 മണിക്കൂറിന് ശേഷം നമ്മൾ അവിടുത്തെ ലോക്കൽ സമയം നൈറ്റ് 10 o'clock അവിടെ ലാൻഡ് ചെയ്തു. അങ്കാര എയർപോർട്ടിൽ നിന്ന് പിന്നെ സിറ്റിയിലേക്ക് വരാൻ വേണ്ടിക്ക് ഓൾമോസ്റ്റ് 30 മിനിറ്റ്സിൻ്റെ ദൂരമാണ്. അത് ഞാൻ അവിടെ ഓൾറെഡി ബസ്സൊക്കെ അവൈലബിൾ ആണ്, നൈറ്റ് ആണെങ്കിൽ പോലും ബസ് അവൈലബിൾ ആണ്. അങ്കാരയിലുള്ള സ്പോർ ഹോട്ടലായിരുന്നു ഞാൻ ബുക്ക് ചെയ്തത്. ഒരു ദിവസത്തേക്കായിരുന്നു ബുക്ക് ചെയ്തത്. കാരണം അങ്കാരയിൽ നിന്നും ഇസ്താംബുളിലേക്ക് ഞാൻ ഓൾറെഡി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിറ്റേ ഒരു ദിവസത്തേക്കാണ്. അതിനാൽ ഒരു ദിവസത്തേക്ക് മാത്രമേ അങ്കാരയിൽ സ്റ്റേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ട്രാവൽ അഡാപ്റ്റർ നിർബന്ധമായിട്ട് നമ്മൾ കൊണ്ടുപോകണം. കാരണം UAEയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലഗ് ആയിരിക്കുമല്ലോ ഇവിടെ ഉണ്ടാവുക. നമ്മൾ നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പാണ് ഇവിടെ യൂസ് ചെയ്യാറ്. അങ്ങനെ ഫസ്റ്റ് ഡേ നൈറ്റ് ഫുൾ റെസ്റ്റ് എടുത്തതിന് ശേഷം പിറ്റേന്ന് മോർണിംഗിൽ നേരെ അങ്കാര സ്റ്റേഷനിലേക്ക് നടക്കുവാണ്. അതിൻ്റെ റൂമിൽ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ്സ് നടക്കേണ്ട ദൂരേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അങ്കാരയിലുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പേരെന്ന് വെച്ചാൽ അങ്കാര ഗറി എന്നാണ്. ഇസ്താംബുളിലെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോം വരുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ സർവീസാണ്. അങ്കാര സിറ്റിക്കുള്ളിൽ തന്നെ വരുന്നതാണ്. നമ്മുടെ അങ്കാര ടു ഇസ്താംബുൾ വരുന്നത് അടുത്ത പ്ലാറ്റ്ഫോമിലേക്കാണ്. ആ പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ടർക്കിക്കുള്ളിൽ തന്നെ ലോങ് ഡിസ്റ്റൻസിലുള്ള സിറ്റികൾ തമ്മിൽ, ഫോർ എക്സാമ്പിൾ അങ്കാരയിൽ നിന്ന് ഇസ്താംബുളിലേക്ക് എന്ന് വെച്ചാൽ 432 കിലോമീറ്റേഴ്സ് ഉണ്ടാവും. അറൗണ്ട് 5 hours ജേണിയാണ് വരുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളൊക്കെ ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റാണ്. ഇതാണ് നമുക്ക് പോകേണ്ട ട്രെയിന്. ഇതാണ് എനിക്ക് കിട്ടിയ സീറ്റ്. ഫുഡൊക്കെ ഓൾറെഡി ഈ ടിക്കറ്റ് പ്രൈസിൽ തന്നെ അവർ ഇൻക്ലൂഡാണ്. കഴിക്കാൻ വേണ്ടിക്ക് ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു ബോക്സാണ് നമുക്ക് കിട്ടുക. ഈ ഒരു സ്ക്രീനിൽ ട്രെയിൻ പോകുന്ന സ്പീഡ് എത്ര, പിന്നെ ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് എത്ര ഡിസ്റ്റൻസ്, എത്ര ടൈമിനുള്ളിൽ എത്തും, പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് എത്ര സ്റ്റേഷനായി എന്നുള്ളതൊക്കെ ഇതിൽ കാണിക്കും. ഇതൊരു ബുള്ളറ്റ് ട്രെയിൻ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത് 250 km/h ആണ്. Değerli hanımefendiler, beyefendiler, kıymetli çocuklar, Söğütlü Çeşme seferini yapacak olan yüksek hızlı trene hoş geldiniz.
Türkiye Cumhuriyeti Devlet Demiryolları Taşımacılık Anonim Şirketi'ni tercih ettiğiniz için teşekkür eder. İyi yolculuklar. Dear ladies, ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ഓൾറെഡി ഞാൻ യു എയിലുള്ളപ്പോൾ തന്നെ പർച്ചേസ് ചെയ്തതാണ്. നമുക്ക് വേണമെങ്കിൽ ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്യുവാണെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് ബുക്ക് ചെയ്തിടാം. 1 മന്ത് മുമ്പേയൊക്കെ നമുക്ക് ഇതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയതിനാൽ ഞാനത് എങ്ങനെ നമുക്ക് ബുക്ക് ചെയ്യാമെന്നുള്ള സ്ക്രീൻഷോട്ട് സഹിതം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യമായി നമുക്ക് TCDD എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോവാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ അതിൽ സെർച്ച് ചെയ്യുക. ഞാൻ ഇപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ അങ്കാര ഗർ ടു ഇസ്താംബുൾ എന്ന് അടിക്കുമ്പം ഈ ഒരു സ്റ്റേഷൻ്റെ പേര് അതിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. അതിൽ തന്നെ പ്രൈസ് നമുക്ക് കാണിക്കും. പിന്നെ ടൈമും ഉണ്ടാവും. മോർണിംഗ് 6 തൊട്ടിട്ട് എനിക്ക് തോന്നുന്നു നൈറ്റ് 10 o'clock വരെയാണ് ട്രെയിനുള്ളത്. ഇതിലേതെങ്കിലും ടൈം നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് നേരെ നെക്സ്റ്റ് പേജ് പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് സീറ്റ് സെലക്ട് ചെയ്യാം. പിന്നെ എക്കണോമി വേണോ അല്ല ബിസിനസ് ക്ലാസ് വേണോ എന്നുള്ളത്. ഇതിലിപ്പോൾ എക്കണോമി ക്ലാസ്സിന് വരുന്നത് 430 ടർക്കിഷ് ലിറയാണ്. അതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 48 ദിറംസ് ആണ് വരിക. ബിസിനസ് ക്ലാസ്സിന് വരുന്നത് 645 ടർക്കിഷ് ലിറ, ഓൾമോസ്റ്റ് 72 ദിറംസ് ആയി. അതിനുശേഷം എയർലൈൻ വെബ്സൈറ്റിലൊക്കെ കാണുന്ന പോലെ നമുക്ക് സീറ്റ് ഇവിടെ സെലക്ട് ചെയ്യാനും പറ്റും. ഈ സ്ക്രീനിൽ ഇപ്പം കാണിക്കുന്നത് ടർക്കി ലാംഗ്വേജിലാണ്, പക്ഷെ നമുക്കത് ഇംഗ്ലീഷിലേക്ക് മാറ്റാം. അതിനുശേഷം ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ഡോക്യുമെൻ്റായിട്ട് നമുക്ക് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കാം. പിന്നെ നേരെ അത് റീഡയറക്റ്റ് ചെയ്യുന്നത് ATM കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. ഇത് ഒറിജിനൽ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടി സേഫാണ്. അപ്പോൾ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുന്നതിനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇസ്താംബുൾ സിറ്റിയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അങ്കാരയിൽ നിന്നും ഈ ഒരു സ്റ്റേഷനിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ സിറ്റി ടു സിറ്റി മാത്രം പോകുന്ന ട്രെയിനിലാണ് നമ്മൾ വന്നിറങ്ങിയത്. ഇനി ഇസ്താംബുൾ സിറ്റിക്കുള്ളിൽ തന്നെ നമ്മൾ റൂം എടുത്തതാണ്. അപ്പോൾ ആ റൂമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് ഇറങ്ങണം. ഈ മാർക്ക് ചെയ്ത സ്റ്റേഷനിൽ നിന്നും ഹൽക്കാലി എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലേക്കാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അപ്പോൾ ഇസ്താംബുൾ സിറ്റിക്കുള്ളിലുള്ള ഈ മെട്രോക്കും ബസ്സിനൊക്കെ കൂടി നമ്മൾക്ക് ക്യാഷ് പേയ്മെൻറ്റ് അവൈലബിൾ അല്ല. അപ്പോൾ ഇതിനായി നമ്മൾ ഇസ്താംബുൾ കാർട്ട് എന്ന് പറയുന്ന നമ്മൾ ദുബായിലൊക്കെ ഉള്ള നോൾ കാർഡ് പോലുള്ള ബസ്സിനും മറ്റ് ട്രെയിനൊക്കെ യൂസ് ചെയ്യുന്ന കാർഡ് നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ കാർഡ് ഈ മെഷീനിൽ നിന്ന് നമുക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് നോക്കാം. ഇത് മൊത്തത്തിൽ ടർക്കി ലാംഗ്വേജിലാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾക്ക് ഈ കാണുന്ന ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം അപ്പോൾ ഒരു കാർഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് 50 ലിറ തന്നെ പേ ചെയ്യണം. അതിൽ 0 ബാലൻസ് ആയിരിക്കും. പിന്നെ നമ്മൾക്ക് ടോപ്പപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മെഷീനിൽ നടക്കില്ല. ടോപ്പപ്പ് ചെയ്യാനും വേണ്ടിക്ക് വേറൊരു മെഷീനാണ്. മുമ്പ് പർച്ചേസ് ചെയ്ത മെഷീനിൽ നിന്നും നമുക്ക് ടോപ്പപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇത് മൊത്തത്തിൽ ടർക്കിഷ് ലാംഗ്വേജ് ആയതുകൊണ്ട് ഒട്ടുമിക്ക ടൂറിസ്റ്റുകളും ഈ കാർഡ് എടുക്കുന്നതിന് വേണ്ടിക്ക് വളരെ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു ടർക്കിഷ്കാരൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ കാർഡ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാർഡ് എടുക്കാം. ഇനിയിപ്പോൾ ടാക്സിയാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഊബർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് തന്നെ യൂസ് ചെയ്യാം. അതുകൂടാതെ ഇവിടുത്തെ ലോക്കൽ സർവീസായ ബൈ ടാക്സി എന്ന് പറഞ്ഞ ആപ്പും കൂടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതും ഒട്ടുമിക്ക സിറ്റിയിലൊക്കെ അവൈലബിൾ ആണ്. സിമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തത് എയറാലോ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അത് UAE നിന്ന് വരുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അത് നമുക്ക് വരുന്നതിന് മുമ്പേ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇവിടെ എയർപോർട്ടിലൊക്കെ ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്ത് ടാക്സിക്കൊക്കെ ബുക്ക് ചെയ്യാം. അതല്ല ഇവിടുത്തെ ലോക്കൽ സിം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എയർപോർട്ടിൽ നിന്നൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. $3 ഞാൻ എയറാലോ എന്ന് പറഞ്ഞ ഈ സിം ദുബായിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഈ ഒരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ $3 നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അത് ക്രെഡിറ്റ് ആവും.
അപ്പോൾ ഇസ്താംബുൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ടക്സിം സ്ക്വയറിലേക്കാണ്. ടക്സിം സ്ക്വയർ എന്ന് പറയുന്നത് ഇസ്താംബുളിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്. ഈ ഒരു സ്ട്രീറ്റ് എന്ന് വെച്ചാൽ കൂടുതലും നല്ല വേൾഡ് ക്ലാസ് റെസ്റ്റോറൻറ്റ്, പിന്നെ ഷോപ്പിംഗ് സ്റ്റോഴ്സ്, പിന്നെ തിയേറ്റേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്. ഈ സ്ട്രീറ്റിൽ തന്നെ വേൾഡിൽ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ് ഇവിടെ നമുക്ക് കാണാം. നിങ്ങൾ മെട്രോക്കാന്ന് വരുന്നുണ്ടെങ്കിൽ ടക്സിം എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷൻ തന്നെയുണ്ട് ഇവിടെ. അവിടെ ഇറങ്ങുവാണെങ്കിൽ പിന്നെ 10 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു സ്ട്രീറ്റിലേക്ക്. ഈ ഒരു സ്ട്രീറ്റിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ട്രാമാണ്. ടക്സിം ട്രാം അല്ലെങ്കിൽ ഗലാട്ട സറായ് ട്രാം എന്നാണ് ഈ ഒരു ട്രാമിൻ്റെ പേര്. ഈ ഒരു ട്രാം സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ 1990-ലാണ്. ഇത് മോർണിംഗ് 7 o'clock മുതൽ നൈറ്റ് 8:30 വരെയാണ് ഇതുള്ളത്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ചാൽ 1.6 കിലോമീറ്റേഴ്സ് ആണ്. ഈ ഒരു ട്രാമിന് 2 സ്റ്റോപ്പേ ഉള്ളൂ. ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ വേറൊരു സൈഡിലേക്ക് അവസാനിക്കുന്ന ഒരു 15 മിനിറ്റ്സിൻ്റെ ഒരു ചെറിയൊരു യാത്ര മാത്രമേ ഉള്ളൂ. ഇത് വൺ സൈഡിലേക്ക് ട്രാവലിംഗ് ഫെയർ വരുന്നത് എന്ന് വെച്ചാൽ 15 ലിറയാണ്. ഈ ഒരു ട്രാക്ക് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും സിംഗിൾ ട്രാക്ക് ആയിരിക്കും. പക്ഷേ ഈ സെൻട്രൽ ഏരിയ എത്തുമ്പോൾ മാത്രമാണ് ഇതൊരു 2 ട്രാക്കായി മാറുന്നതും ഓരോ സൈഡിൽ നിന്നും വരുന്ന ട്രാമുകൾ പരസ്പരം വഴിമാറി കൊടുക്കുന്നതും. ഇതാണ് ടക്സിം മോസ്ക്. ഫസ്റ്റ് ഡേ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള ഫേമസ് സ്ഥലങ്ങളെല്ലാം നമ്മൾ അടുത്ത എപ്പിസോഡിലാണ് കാണിക്കുന്നത്.